ഇതാണ് സാക്ഷാൽ സുകുമാരൻ ഷൂട്ടിങ്ങിന് പോകുന്ന വേഷം. അല്ലാതെ ഇപ്പോഴത്തെ പോലെ മറ്റേ പാന്റ് ഷർട്ട് ടീഷർട്ട് എന്തോന്ന് ബർബറിയോ ഒന്നുമില്ല. അദ്ദേഹം ഏതെങ്കിലും ഒരു ഷർട്ടും ഒരു കയ്യിൽ കുളിച്ചേച്ചിട്ട് വരും, എടുത്തെടുക്കും, പോവും, അവിടെ ചെന്ന് കോസ്റ്റ്യൂം ഇടും. പിന്നെ ലണ്ടനിൽ പോയപ്പോ മാത്രം അല്ല, അപ്പോഴും അതെ, ഹീത്രൂല് അയ്യോ അതൊക്കെ വേറെ കഥയാണ്, ശങ്കരാടി ചേട്ടൻ പറ്റിച്ച കഥയൊക്കെ ഉണ്ട്. അപ്പൊ ഡബിള് കൊണ്ടും അതൊക്കെ പോയി. പിന്നെ ദുബായിൽ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾക്ക് പോയപ്പോഴാണ് 2 സഫാരി പോലെ ഏതാണ്ട് തയ്പ്പിച്ചിട്ട് ഇട്ടിട്ടില്ല. അത് ഇവിടെ ഞാനിവിടെ ആൾക്കാട്ട് കൊടുക്കുമായിരുന്നു അത് തിരിച്ച്. കാരണം എന്താ വെച്ചാൽ അത് ഇരുന്നിരുന്ന് കേടായി പോയി. അപ്പൊ ഞാൻ വിചാരിച്ച സുഹൃത്തിന്റെ ആ അവസാനം കൊടുത്ത മുണ്ട് ഷർട്ടും എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്, അറിയാം, മക്കൾക്കും അറിയാതെ. പക്ഷെ ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ നശിച്ച് കീറി പിന്നിയൊക്കെ പോകുന്നതിൽ നല്ലത് അദ്ദേഹത്തിന്റെ കൂടെ നിന്നവർക്കോ സ്നേഹിച്ചവർക്കോ ഒക്കെ കൊടുക്കുന്നതല്ലേ നല്ലത്. ഇതാണ് മറ്റേ മിസ് വേൾഡ് ആയിരുന്ന ഒരു സ്ത്രീ. കേരളം എന്നൊക്കെ പറഞ്ഞ അത്രയ്ക്ക് യൂണിവേഴ്സ് അല്ലെങ്കിൽ മിസ് യൂണിവേഴ്സ് എന്നോ ഇത്ര ഭംഗിയുള്ള ഒരു ഫോട്ടോ ഇവിടെ എവിടെ ഉണ്ട്? വേറെ അതാ ഞാൻ ചോദിച്ച ആദ്യമേ. പിന്നെ കല്യാണം നടന്നതിന്റെ അന്ന് എന്റെ ചേട്ടന്റെ വീട്ടില് വഴുതയ്ക്കായിട്ട് വെച്ചിട്ടായിരുന്നു കല്യാണം. ഇങ്ങനെ സുന്ദരകുട്ടപ്പനായിട്ട് നിന്ന് ആൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോ കയ്യിലേ കൊടുത്ത് കൊല്ലത്ത് പോയ കഥ ഞാൻ പറഞ്ഞത്. ഈ സുഹൃത്ത് ഭയങ്കര സീരിയസ് ആയിരുന്നു, അതായത് ഭയങ്കര അതിങ്ങനെ എല്ലാവരുടെ മുമ്പിൽ ഈ രാജുവിന്റെ കൂട്ട് എന്താ അത് ശരി ഇങ്ങനെ. പക്ഷെ എല്ലാരോടും അത് സുഹൃത്തുക്കളെ അതുപോലെ കൊണ്ടു നടക്കും, എല്ലാവർക്കും അറിയാം. അദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു അവസാനം വരെ. വീട്ടിലൊക്കെ കാണിക്കുന്ന ബഹളങ്ങള്, അയ്യോ പാവ സിൽക്ക് സ്മിതയുടെ മുമ്പിൽ വെച്ച് ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ സിൽക്ക് സ്മിതയുടെ ഡാൻസ് കാണിച്ചു എന്റെ മക്കളും കൂടി ഇരിക്കുമ്പോ, ഇനി വാ ഞാൻ കാണിച്ചു അതിന്റെ ഡാൻസ് എങ്ങനെയാന്നൊക്കെ എല്ലാരും ഉണ്ട്. അയ്യോ ഈശ്വര. അങ്ങനെ നമുക്കിനി ഇങ്ങോട്ട് നോക്കാം, കുറെ അവാർഡുകളൊക്കെ ഇവിടെ ഇരിപ്പില്ലേ? അവാർഡ് കുറെ ഉണ്ട് മോളെ. എനിക്ക് 76-ലെ കേരള ഗവൺമെന്റിന്റെ മികച്ച 2ാമത്തെ നടിയുടെ അവാർഡും ഇരിപ്പുണ്ട്. അത് കരുണാകരൻ സാറ് തരുന്ന ഫോട്ടോയും ഉണ്ട്. ഞങ്ങള് ഇപ്പൊ ഈ വീട്ടിലോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്തു, മോളിൽ നിന്ന് താഴോട്ട്. പിന്നെ അതെല്ലാം ഒന്ന് എടുത്ത് ഇതുപോലൊക്കെ ഒന്ന് തുടച്ച് മിനിക്കൊക്കെ വെക്കണം. ഇതാണ് എന്റെ ചേട്ടൻ എന്റെ പുറത്താഴത്ത് രാവിലെ കൊണ്ട് തന്നാണ്. അയ്യോ ചേട്ടന്റെ കൈ ഭയങ്കരമാണ്. എല്ലാ ജനുവരി 1-നും ഞങ്ങൾക്ക് $1 ഒരു $100 ഒരു നോട്ട് തരും. അതിൻ്റെ കൂടെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരും. അപ്പൊ ഞാൻ ഇക്കൊല്ലം പറഞ്ഞു അടുത്ത വർഷം തൊട്ട് പാപ്പയെ കൂട്ടുവോ, വയസ്സായി വരിക, അവരെയൊക്കെ നിർത്തിയാല് പോരാ, 2 പൂജ്യം കൂടെ ഇവിടെ ചേർത്ത് തന്നാല് ശരി ഇതൊക്കെ പറഞ്ഞു. അപ്പൊ ചേച്ചി കളിയാക്കും, ഓ മല്ലിക്ക ഇപ്പൊ അല്ലെങ്കിൽ വേണമെന്ന് പറഞ്ഞാൽ മണിച്ചേട്ടൻ 100 അല്ല 1000 അല്ല 10,000 എന്നൊക്കെ പറയും.